ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാളമീൻ കറിയാണ്. ഇതിന് ആറ്റുവാള, കായൽവാള എന്നൊക്കെ പറയും. ഇതിനു മുമ്പ് ഞാൻ 2 ടൈപ്പിൽ ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെന്ന് കാണണം. ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി വാള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 10 ചുവന്നുള്ളി, 10 വെളുത്തുള്ളിയുടെ അല്ലി, 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. 2 തണ്ട് കറിവേപ്പില. ഞാൻ പുളി 2-3 കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ആ ചട്ടിയിൽ ചുറ്റിച്ച് കൊടുക്കാം. കാരണം ചട്ടി വല്ലാണ്ട് ചൂടായി പോകാതിരിക്കാനാണ് ഇങ്ങനെ എല്ലായിടത്തേക്കും പരത്തി കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇതേ രീതിയിലായി കിട്ടുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതെല്ലാം 1 മിനിറ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നല്ലൊരു വറുത്ത ഒരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ഇളക്കി ചൂടാക്കുക. ഇനി ഇതിലേക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിയോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുക. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുക. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചൂടാറുമ്പോൾ കറക്റ്റ് ചാറിന് ആയിക്കോളും. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് തണുത്തതിന് ശേഷം നോക്കിയപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് കറക്റ്റ് ചാറിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.